ബിസി ആക്ച്വലി ഞാൻ ആക്ച്വലി ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആണ്. അപ്പോൾ അതിന്റെ കൂടെയാണ് ഞാനിപ്പോ ബിഗ് ബോസ് കഴിഞ്ഞ് കുറച്ച് പരിപാടികളൊക്കെ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് രണ്ടും കൂടി മാനേജ് ചെയ്യാനുള്ളൊരു ഓട്ടം അതാണ്. എനിക്കത് വിടാനും പറ്റുന്നില്ല, കാരണം നമ്മുടെ ഒരു മേജർ സോഴ്സ് ഓഫ് ഇൻകം ആണ്. ബാക്കിയെല്ലാം നമുക്കൊരു അഡീഷണൽ എന്നുള്ളൊരു ഇതിലേ ഉള്ളൂ. പക്ഷെ എല്ലാം മാനേജ് ചെയ്ത് എത്തുമ്പോ ഓട്ടമാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇപ്പൊ BB7 നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, 7ന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അഭിഷേക് സ്ഥിരം കാണുന്നുണ്ടോ? എല്ലാ ദിവസവും മുടങ്ങാതെ കാണും? എല്ലാ ദിവസവും കാണും. നെവിനുള്ളത് കാരണം അത് മാത്രം. ഓക്കെ, അപ്പൊ നമുക്ക് അതിലേക്ക് എത്താം. ഞാൻ ഈ സീസൺ കാണണ്ട എന്ന് വിചാരിച്ചൊരു ഇതാണ്. കാരണം എന്റെ സീസൺ എനിക്ക് കാണാൻ പറ്റുന്നില്ല. എന്റെ എപ്പിസോഡ് വെക്കുമ്പോൾ എനിക്ക് ഭയങ്കര എനിക്ക് 10 മിനിറ്റ് കാണുമ്പോഴേക്കും ഞാൻ ഓഫ് ചെയ്യും. ഒരു ട്രോമ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമുക്ക് അതിന്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ ഇതൊക്കെ ഓർമ്മ വരുമല്ലോ. പക്ഷെ ഈ സീസൺ ഞാൻ എന്തായാലും കാണും. എനിക്ക് എന്റെ ബ്രദറിനെ സപ്പോർട്ട് ചെയ്യണം, കാരണം അവന് വേറെ PR വേറെ ആരും ഇല്ല സപ്പോർട്ട് ചെയ്യാൻ. ഈവൻ ഫാമിലിന്ന് പോലും അത്ര ടെക്നോളജി ബേസ്ഡ് ആൾക്കാരല്ല. അപ്പൊ ഞാൻ ഫുൾ ഇരുന്ന് ലൈവും എല്ലാം എനിക്ക് പറ്റാവുന്ന സമയം എല്ലാം കാണും. ഓക്കെ, സോ നെവിൻ അല്ലാതെ അതർ നെവിൻ ആരാണ് ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് അഭിഷേകിന്റെ? ഇപ്പൊ എനിക്ക് അക്ബറിനെ ഇഷ്ടമാണ്. അക്ബറും നെവിനുമാണ് ഫേവറേറ്റ് കണ്ടസ്റ്റൻസ്. ഓക്കെ, അപ്പം ഹൗസിൽ അഭിഷേകിന് ഇങ്ങനെ ഭയങ്കര റിയൽ ആയിട്ട് നിൽക്കുന്ന ആരാന്ന് തോന്നിയിട്ടുള്ളത്? റിയൽ ആയി നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ വട്ടം സീസണിൽ എല്ലാവരും ഏകദേശം റിയൽ തന്നെയായിട്ട് എനിക്ക് തോന്നുന്നു ഫേക്ക് ഡ്രാമാസോ ഫേക്ക് റിലേഷൻഷിപ്സോ ലവ് സ്ട്രാറ്റജീസ് ഒന്നും ഇല്ലാത്തൊരു സീസൺ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ ഇന്നലെ എനിക്കൊരു 2 ദിവസമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അനുമോൾ ആൻഡ് അനീഷ് ഒരു ലവ് സ്ട്രാറ്റജി. സോ അത് എന്താ തോന്നുന്നു അഭിഷേകിന്? എന്താ തോന്നുന്നു, അതൊരു ഗെയിം ആണോ അല്ലെങ്കിൽ അത് ശരിക്കും ഒരു ലവ് സ്ട്രാറ്റജി പ്ലാൻ ആയിരിക്കുമോ? ഈ ഒരു 90th ഡേയിൽ അത് അനീഷേട്ടൻ പറയുമ്പോൾ എനിക്കൊരു ക്രിഞ്ചായിട്ടാണ് ഫീൽ ചെയ്തത്. 90 ഡേയ്സിലാണ് പറയുന്നത്. ഇനി എല്ലാ വോട്ടും എനിക്ക് തന്നെ വേണം എന്നുള്ളൊരു സ്ട്രാറ്റജി ആണോ എന്ന് അറിയില്ല. നെവിനെ ഫസ്റ്റ് പരിചയപ്പെട്ടത് എങ്ങനെയാണ്? നെവിനെ ഫസ്റ്റ് പരിചയപ്പെട്ടത് എനിക്കൊരു ഓണത്തിന്റെ ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഫോട്ടോഷൂട്ടിന് പോയപ്പോ ഇവൻ സ്റ്റൈലിസ്റ്റ് അവിടുത്തെ. എന്റെ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യുന്നത് അവനാണ്. അപ്പം ഞാൻ നോക്കിയപ്പോ മുടി ഫുൾ ഇങ്ങനെ വളർത്തി ഒരു ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ടൊരു പുള്ളി വന്നിട്ട് ഭയങ്കര മാൻലി വോയിസ്, ഹായ് ഐ എം നെവിൻ കപ്രീഷ്യസ് അംബ്രോസ്. അവന്റെ ഒരു പേരുണ്ടല്ലോ, ഐ തിങ്ക് അല്ല അവൻ തന്നെ ഇട്ട്. പക്ഷെ എന്റെ അടുത്ത് ഫസ്റ്റ് പറയുന്നത് എങ്ങനെയാണ്, നെവിൻ കപ്രീഷ്യസ് അംബ്രോസ് ആൻഡ്രൂ ഡിസിൽവ. ഈ ആൻഡ്രേ ഡിസിൽവ, ഈ ആൻഡ്രേ ഒക്കെ ഏതോ സീരീസിലെ പേരാട്ടോ. ഇവനൊരു ആക്ച്വലി ഞാൻ നെവിനെ ഫസ്റ്റ് കണ്ടപ്പോ എന്റെ അമ്മയുടെ അടുത്ത് വേണം, ഒരു ബബിളിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്, ബാക്കി എന്തും അവനെ മാറ്റർ ചെയ്യത്തില്ല, അവന്റെ ഇത്. അപ്പം അങ്ങനെ കണ്ടപ്പോ ഭയങ്കര ഹായ് ദിസ് ഇസ് നെവിൻ, ഞാനാണ് നിങ്ങളുടെ സ്റ്റൈലിസ്റ്റ്, എന്നിട്ട് ഇങ്ങനെ മുടിയൊക്കെ ആക്കിയിട്ട് പോയി. അപ്പൊ ഞാൻ ഭയങ്കര വലിയ എന്തോ ഇതാണ്. അപ്പൊ നോക്കിയപ്പോ ഞങ്ങളുടെ മോഡൽ പയ്യൻ ഞാൻ കൂടാതെ ഒരു മോഡലും കൂടി ഉണ്ട്, പുള്ളി വന്നിട്ടില്ല. അപ്പൊ പെട്ടെന്ന് ഇവനെ മോഡലാക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഇവൻ അതേ ഡ്രസ്സൊക്കെ ഇട്ട് ഇവൻ മോഡലിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ അവൻ ഇടയ്ക്ക് വെച്ച്, അഭിഷേക് നമുക്കൊന്ന് ചായ കുടിക്കാൻ പോവാം, ഇനി ഷൂട്ടിന് കുറച്ച് ടൈമുണ്ട്. ചായ കുടിക്കാൻ പോയിട്ട് ചായക്കടക്കാരൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഇവൻ ചേട്ടാ അല്ലേ എന്താന്ന് വെട്ടി ഇവന്റെ റിയൽ ആ ഒരു ഇച്ചിരി ഫെമിനിൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ട് നെവിന്റെ. അത് പുറത്ത് വന്നു ഭയങ്കര ജോളി ഹാപ്പി. കലൂര് സ്റ്റേഡിയത്തിന്റെ അവിടെയൊക്കെ ഭയങ്കര ഇങ്ങനെ ജോളി ആയി നിൽക്കുന്ന ഒരു പുള്ളി. അപ്പൊ നേരത്തെ കണ്ട ആളല്ലല്ലോ ഇതെന്നായി. അഭിഷേക് ചോദിച്ചില്ലേ ഇതെന്താ സഡൻ ഒരു സഡൻ? അപ്പൊ ഞാൻ ഇങ്ങനെയാണ്, ഞാനത് വർക്ക് ഇതെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഭയങ്കര കമ്പനിയായി. പിന്നെ നമ്മൾ വിളിന്ന് പറഞ്ഞ ഒരു ദിവസം 2-3 വട്ടം നെവിനെ വിളിച്ചില്ലെങ്കിൽ ആ ഒരു ദിവസം കംപ്ലീറ്റ് അല്ല. വിളിച്ചിട്ട് ഇവിടെ എന്തുണ്ടായി, പരദൂഷണം, അവളെ പരദൂഷണം, ഇവിടെ പരദൂഷണം, അങ്ങനെ ഒരു ഭയങ്കര. നെവിൻ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും വേണ്ട ഒരു ഫ്രണ്ടാണ് നെവിൻ. നമുക്ക് എന്തും പറയാം, എപ്പോഴും ചിരിക്കാനും നമ്മളെ ചിരിപ്പിക്കാനും കഴിയുന്ന ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ഫ്രണ്ടാണ്.